ഹലോ ഫ്രണ്ട്സ്, വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന് ട്രയൽ റണ്ണിന് ആവശ്യമായിട്ടുള്ള കണ്ടെയ്നറുമായിട്ട് വരുന്ന ഡാനിഷ് ഷിപ്പിംഗ് കമ്പനിയായ മെർക്സ് ലൈനിൻ്റെ സാൻ ഫെർണാണ്ടോ എന്ന ഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഷിപ്പ് ഇപ്പോൾ ഉള്ളത് നിലവിൽ നമുക്ക് മാപ്പ് ഒന്നുകൂടി സൂം ഔട്ട് ചെയ്യാം. മലേഷ്യയിലെ മലാക്ക കടലിടുക്കാണ് ഷിപ്പ് ഇപ്പോൾ നിലവിലുള്ളത്. നമുക്ക് ഷിപ്പിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. സ്പീഡ് ആവട്ടെ 15.9 നോട്ടിക് മൈൽ സ്പീഡ് തന്നെയാണ്. സ്റ്റാറ്റസ് അണ്ടർവേസ് യൂസിങ് എഞ്ചിൻ. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ 11/7/2024 6 AM കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇൻഫോൺ റിസീവ് എന്നാകട്ടെ 7/7/2024 9:27 PM തന്നെയാണ്. ഇനി നമുക്ക് ഷിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കാണ് പോകേണ്ടത്. ഷിപ്പ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ചൈനയിലെ ഷാങ്ഹായിലെ ഒരു പോർട്ടിൽ നിന്നാണ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആ പോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ യാങ്ഷൻ പോർട്ട്. അതെ, ആ പോർട്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത ഷിപ്പാണ് സാൻ ഫെർണാണ്ടോ. നിലവിൽ ഈ ചൈനയിലെ ഷാങ്ഹായ് എന്ന് പറയുമ്പോൾ നമുക്ക് വിഴിഞ്ഞത്തിൻ്റെ വീഡിയോ കാണുന്ന, അല്ലെങ്കിൽ എൻ്റെ വീഡിയോ അല്ല ആരെ വീഡിയോ കാണുന്നവർക്കും ഒരു പോർട്ട്, ഷാങ്ഹായിലെ ഈ പോർട്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ചാൻസിങ് ഐലൻഡിൻ്റെ ഈ പോർട്ട്. കാരണം ഇവിടെ നിന്നാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി ഷെൻഹുവ സീരീസിലെ കപ്പലുകൾ വന്ന് പോയിക്കൊണ്ടിരുന്നത്. അത് 15 ആവട്ടെ, 24 ആവട്ടെ, 20 ആവട്ടെ, പല ഷിപ്പുകളും ഈ പോർട്ടിൽ നിന്നാണ് ക്രെയിനുമായിട്ട് വന്ന് പോയിക്കൊണ്ടിരുന്നത്. പല നിറത്തിലുള്ള ക്രെയിന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിലെ നീല നിറത്തിലുള്ള ക്രെയിനുമായിട്ടാണ്, അല്ലെങ്കിൽ നീലവർണ്ണത്തിലുള്ള ക്രെയിനുമായിട്ടാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് ഷെൻഹുവ സീരീസിലെ കപ്പലുകൾ ഈ പോർട്ടിൽ നിന്നാണ് തിരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പോർട്ട് നമുക്കാർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പോർട്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ കണ്ടെയ്നർ ഷിപ്പിലേക്ക് വരാം. ഈ യാങ്ഷൻ പോർട്ടിലും തിരിച്ചതിന് ശേഷം ഷിപ്പ് നേരെ നമുക്ക് ആ ഒരു ഷിപ്പിംഗ് ലൈൻ നോക്കാം. ഈ കാണുന്ന റെഡ് ഡോട്ടാണ് ഷിപ്പ് വന്നു പോയ സ്ഥലങ്ങൾ. നിലവിൽ ഈസ്റ്റ് ചൈന സീയിലെത്തിയ ശേഷം തായ്വാനിലെത്തി ഇവിടെ ഒരു പോർട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. നിലവിൽ നമുക്ക് ആ പോർട്ട് ഏത് ഐലൻഡിലെ പോർട്ടാണെന്നാണ് അറിയേണ്ടത്. ജിയാങ്ജിയോ എന്ന് പറയുന്ന ഐലൻഡിൻ്റെ പോർട്ടിലാണ് ഷിപ്പ് രണ്ടാമത്തെ പ്രാവശ്യം കയറിയിട്ടുള്ളത്. അതായത് നേരെ വിഴിഞ്ഞത്തേക്കല്ല ഇത് വന്നിട്ടുള്ളത്. അതിനുശേഷം നിങ്ങൾക്ക് തന്നെ ഈ പറയുന്ന ചുവന്ന ഡോട്ട് കണ്ട് തന്നെ നമുക്ക്, അല്ലെങ്കിൽ ലൈൻസ് കണ്ട് തന്നെ മാർക്ക് ചെയ്യാം. ഇത് ഷിപ്പ് പോകുന്ന വഴിയിലെ ലൈൻസ് കറക്റ്റാണിത്. കാരണം ഇത് ഷിപ്പ് ട്രാക്കിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഷിപ്പിനെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. ഈ ഡോട്ട് നിലവിൽ നേരെ വന്ന് ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഷിപ്പ് ആ പോർട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം തായ്വാൻ പിന്നിട്ട് നേരെ സൗത്ത് ചൈന സീയിലെത്തി. അവിടെ നിന്നും വിയറ്റ്നാം, കംബോഡിയ പിന്നിട്ടതിന് ശേഷം ഈ സിംഗപ്പൂർ എത്തി. അവിടെ നിന്നും മലേഷ്യയിലെ മലാക്ക കടലിടുക്കിലൂടെയാണ് ഇപ്പോൾ ഷിപ്പ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഷിപ്പിൻ്റെ സ്പീഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറയുണ്ടായി, ഏതാണ്ട് 15.9 നോട്ടിക് മൈൽ സ്പീഡ് തന്നെയാണ്. പക്ഷേ ഇന്നലെ തന്നെ ഷിപ്പിന് ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് രാത്രി 17 നോട്ടിക് മൈൽ സ്പീഡ് തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ജലദോഷം ആയതുകൊണ്ടാണ് ഞാൻ അധികം സംസാരിക്കാത്തത്. ഇന്നലൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഷിപ്പ് മലാക്ക കടലിലേക്ക് പിന്നിട്ടതിന് ശേഷം നമ്മൾ ഈ കാണുന്ന ആൻഡമാൻ നിക്കോബാർ സീയിലെത്തി. അവിടെ നേരെ ബേ ഓഫ് ബംഗാളിലെത്തിയ ശേഷം നമ്മൾ ഈ കാണുന്ന ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടിൻ്റെ അടുത്തുകൂടി വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്കാണ് നമ്മുടെ സാൻ ഫെർണാണ്ടോ ഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രം. 11-ാം തീയതി എത്തുമെന്ന പ്രതീക്ഷയാണ് ഷിപ്പിൽ ഉള്ളത്. അത് ഷിപ്പിലുള്ളല്ല, നിലവിൽ നമുക്ക് ഷിപ്പിൻ്റെ ഡീറ്റെയിൽ തന്നെ കാണിക്കുന്നത്. നമുക്കൊന്നുകൂടി നോക്കാം ഈ പറയുന്ന ഡീറ്റെയിൽ. അതെ, 11/7/2024 6 AM എത്തുമെന്നാണ് ഷിപ്പ് തന്നെ പറയുന്നത്. ചിലപ്പോൾ ഒരു ദിവസം മുന്നേ എത്താൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ പറയാൻ കാരണം നമുക്ക് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ കപ്പലുടെ സമയം നമുക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു ദിവസം മുന്നേ എത്തും എന്ന് പറഞ്ഞത്. 12-ാം തീയതിയാണ് ഷിപ്പിനെ വരവേൽക്കാൻ വേണ്ടി ഇനാഗുറേഷനൊക്കെ പ്ലാൻ ചെയ്തത് എന്നാണ് അറിയാൻ സാധിച്ചത്. നമുക്കിനി ഷിപ്പിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. IMO നമ്പർ 9698642 ആണ്. ഓപ്ഷൻ നമ്പർ 574. ഇനി നമുക്ക് വെസൽ ടൈപ്പ് കണ്ടെയ്നർ ഷിപ്പ് തന്നെയാണ്. ഇനി MMIC കോഡ് 53800574 ആണ്. ഇത് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്
6 ജനുവരി 2015 എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് ഇതൊരു മദർഷിപ്പ് എന്നാണ് പറയുമ്പോൾ എത്ര മീറ്റർ നീളമൊന്നുണ്ടെന്നാണ്. ഇത് 299.9 മീറ്റർ അല്ലെങ്കിൽ 300 മീറ്ററാണ് മാക്സിമം ലെന്ത്. 299.9 തന്നെയാണ് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് ഈ ഒരു ഷിപ്പിൻ്റെ നീളം. വലിയൊരു മദർഷിപ്പാണെങ്കിൽ 400 മീറ്ററോളം ലെന്ത് കാണും. എനിക്ക് തോന്നുന്നു നമുക്ക് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ടിൽ ഇപ്പോൾ 100% ഉപയോഗിക്കാൻ പറ്റുന്നത് 400 മീറ്റർ ബെർത്താണ്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഷിപ്പ് വരുന്നത്. ബെർത്ത് 48.4 മാക്സിമം ഡെപ്ത് 24.8, മാക്സിമം സ്പീഡ് 23 നോട്ടിക്കൽ മൈൽ സ്പീഡ് തന്നെയാണ്. മാക്സിമം TU കപ്പാസിറ്റി 8714 TU, കണ്ടെയ്നർ കപ്പാസിറ്റി 7510. വ്യക്തമായിട്ട് നമുക്കത് ഷിപ്പിൻ്റെ ഡീറ്റെയിൽ ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. അതുമാത്രമല്ല 21 ക്രൂ മെമ്പേഴ്സുമായിട്ടാണ് ഷിപ്പ് വരുന്നത്. പല പല രാജ്യത്തെ യുക്രൈൻ ഉൾപ്പെടെയുള്ള ഫിലിപ്പീനോ ഉൾപ്പെടെയുള്ള പല പല രാജ്യത്തെ ക്രൂ മെമ്പേഴ്സുമായിട്ടാണ് ഷിപ്പ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതാണ് നമുക്ക് നമ്മുടെ കണ്ടെയ്നർ ഷിപ്പിൻ്റെ ഡീറ്റെയിൽ. കൂടുതൽ ഡീറ്റെയിലേക്ക് നമ്മൾ ഓരോ ദിവസം പോകുന്തോറും നമുക്ക് കൂടുതൽ ഷിപ്പിംഗ് ഡീറ്റെയിലേക്ക് പോകുന്നതായിരിക്കും. ഇനി ഇത് ഇന്നത്തെ ദിവസത്തെ അപ്ഡേഷനാണ്. ഇനിയും നാളെയും മറ്റന്നാളും വരുന്നത് എന്നുവരെയാണെങ്കിലും അന്നത്തെ ദിവസത്തെ അപ്ഡേഷൻ തീർച്ചയായിട്ടും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.